കർത്താവിന്റെ ദിവ്യസക്രാരിയിലെ ജീവനുള്ള സാന്നിധ്യം വിളിച്ചറിയിക്കുന്ന ലോകത്തിലെ പല അത്ഭുതങ്ങളും കാണാനായിട്ട് ഞാൻ പോയിട്ടുണ്ട്. ലൻഷാനോ മുതൽ അടുത്തൊരു നാളിൽ പോളണ്ടിൽ രണ്ടിടത്ത് നടന്നതും ഞാൻ ധ്യാനിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ആ സമയത്തായിരുന്നു. അതിനടുത്ത പള്ളികളിൽ ഞാൻ പോവുകയും എന്റെ അനുഭവം എന്താണെന്ന് ഞാൻ അന്ന് അവരുടെ ടെലിവിഷനിൽ പറയുകയും ചെയ്തു. കേരളത്തിൽ ഏതാനും വർഷങ്ങൾക്ക് മുമ്പ് ചിരട്ടക്കോണം എന്ന് പറയുന്ന സ്ഥലത്തും ഒരത്ഭുതം നടന്നു കേട്ടു. ഞാനും എന്റെ കൂടെ വന്നവരും പോയി സന്ദർശിച്ചു. അത് പിന്നീട് അതിനെപ്പറ്റി ഞാൻ കേട്ടില്ലൊന്നും. പക്ഷേ പ്രിയപ്പെട്ടവരെ, ഈ അത്ഭുതം അഥവാ ഈ അടയാളം കർത്താവ് തന്നത് എന്തിനാണെന്ന് വേറൊരു വീഡിയോയിലൂടെ ഞാൻ പറയുണ്ടായി. പലവരും ശ്രദ്ധാപൂർവം കേട്ടു. കാരണം ജീവിക്കുന്ന യേശു വിശുദ്ധ കുർബാനയിലാണെന്നും അതിൽ നാം വിശ്വസിക്കണമെന്നും നമ്മളോട് പറയാനുള്ളൊരു അടയാളമാണ്. ആ പരിശുദ്ധനായ വൈദികന്റെ കരങ്ങളിൽ ആ മുഖം തെളിഞ്ഞു വന്നു വന്നത് അദ്ദേഹം തന്നെ സാക്ഷ്യപ്പെടുത്തി, മറ്റുള്ളവർ സാക്ഷ്യപ്പെടുത്തി. നമുക്കറിയാം, ഇത് കൂലങ്കഷമായിട്ട് റോമിലും നാട്ടിലുമെല്ലാം പരിശോധനകൾ നടത്തി അതിൽ യാതൊരു കൃത്രിമത്വവുമില്ല എന്ന് ഇങ്ങേയറ്റം പേപ്പൽ പ്രതിനിധി പോലും വന്ന് വിശ്വാസ പ്രഖ്യാപനം നടത്തി. നമ്മുടെ പ്രിയപ്പെട്ട നമ്മളെല്ലാം സഹിക്കുന്ന പമ്പ്ലാനി പിതാവും ഞരളക്കാട്ട് പിതാവും അതും വിശദീകരിക്കുകയും അതിനെല്ലാം പ്രോത്സാഹിപ്പിക്കുകയും ചെയ്തു എന്ന സത്യം മറക്കരുത്. ഇതൊന്നും വിശ്വസിക്കുന്നില്ല, ഇതെല്ലാം കള്ളത്തരമാണെന്ന് പറഞ്ഞുകൊണ്ട് ധാരാളം പേർ വീഡിയോ ഇറക്കുന്നു. ധാരാളം പേരുടെ കുറച്ചു പേര് കുറെ ഭയങ്കര കമന്റുകൾ എഴുതുന്നു. പ്രിയപ്പെട്ടവരെ, ഇവിടെയാണ് യേശുവിന്റെ ഒരു വാക്കോർക്കുക. യോഹന്നാൻ 6:47 സത്യം സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു, വിശ്വസിക്കുന്നവന് നിത്യജീവനുണ്ട്. നെഞ്ചത്ത് കൈവച്ചുകൊണ്ട് ഓരോ മലയാളി ക്രിസ്ത്യാനിയും തന്നോട് തന്നെ ചോദിക്കട്ടെ, എനിക്ക് വിശ്വാസമുണ്ടോ എന്ന്, എനിക്ക് വിശ്വാസത്യാഗം സംഭവിച്ചോ എന്ന്. നമുക്കറിയാം, ഇന്ന് ഗൂഗിളിന്റെയും കൃത്രിമ ബുദ്ധിയുടെയൊക്കെ കാലഘട്ടമാണ്. അതൊക്കെ വിശ്വസിക്കുന്നുണ്ട്. എത്ര വീഡിയോകളിൽ കൂടിയാണ് കൃത്രിമ ബുദ്ധി ഉപയോഗിച്ചുള്ള കാര്യങ്ങൾ. ഈ അടുത്ത നാളിലും നമ്മൾ കേൾക്കുകയുണ്ടായി. അതാ കാലാകാലങ്ങൾക്ക് മുമ്പ് നടന്ന സംഭവങ്ങളാണ് എന്ന് പറഞ്ഞുകൊണ്ടുള്ള വീഡിയോകൾ ഇറക്കിയതും മറ്റും നമ്മൾ കേൾക്കുകയുണ്ടായി. അത്രമാത്രം നുണയുടെ പിശാച് കള്ളത്തരങ്ങൾ വ്യാപരിക്കുന്ന ഈ കാലത്ത് സത്യം സത്യമായിട്ടും കർത്താവരുടെ ആളും തന്നിട്ട് നമ്മൾ വിശ്വസിക്കുന്നില്ല എങ്കിൽ, പ്രിയപ്പെട്ടവരെ, നമ്മൾ വിശ്വസിക്കുന്നവരാണെന്ന് പറയാൻ സാധ്യമല്ല. നമ്മൾ യോഹന്നാന്റെ സുവിശേഷം അധ്യായം 6 വായിക്കുന്നുണ്ട്. 5 തവണ കർത്താവ് സത്യമിട്ട് വിശുദ്ധ കുർബാനയെ പറ്റി പറയുന്നത്. കർത്താവ് സത്യം സത്യമായി എന്ന് പറയുന്നത് ഏതാണോ വലിയ സത്യം അതിന് മാറ്റമില്ല എന്നറിയിക്കാനുള്ള യേശു മാത്രം ഉപയോഗിച്ച ഒരു ശൈലിയാണ് സത്യം സത്യമായി. അപ്പൊ വിശ്വാസമില്ലെങ്കിൽ ആരായാലും നാശത്തിലേക്ക് പോകുമെന്നുള്ളത് സത്യമാണ്. ഞാൻ പറഞ്ഞ ഈ പർട്ടിക്കുലർ അടയാളത്തിൽ വിശ്വസിക്കുന്നതല്ല. ഇതിൽ വിശ്വസിച്ചില്ലെങ്കിൽ അവര് വിശുദ്ധ കുർബാന വിശ്വസിക്കുന്നുണ്ടോ? അത് ന്യായമായിട്ടും ചിന്തിക്കാവുന്നതാണ്, ലോജിക്കലായിട്ട് ചിന്തിക്കാം. ഇത് വ്യക്തമായിട്ടൊരു മുഖം വ്യക്തമായിട്ട് കാണാവുന്ന രീതിയിലായിട്ട് കണ്ടില്ല, അത് വിശ്വസിക്കുന്നില്ല എന്ന് പറഞ്ഞാൽ, പിന്നെ ഒരു വൈദികൻ അപ്പം എടുത്ത് തന്നെ ശരീരമാകുന്നു പറയുമ്പോൾ അത് ശരീരമാകുന്നുവെന്ന് വിശ്വസിക്കുന്ന എത്ര പേരുണ്ടാവും? അതാണ് എനിക്ക് ചോദ്യം. ഇവിടെയാണ് 6-ാം അധ്യായത്തിൽ നമ്മൾ കാണാൻ സാധിക്കും. യോഹന്നാന്റെ സുവിശേഷം 5000 പരം പുരുഷന്മാർ എന്ന് പറഞ്ഞാൽ കുടുംബനാഥന്മാർ. ഓരോ കുടുംബത്തിലും 10-15 മെമ്പേഴ്സ് പണ്ട് കാലത്തെ പോലെ ഉണ്ടായിരുന്നിരിക്കാം. എങ്കിൽ ഏകദേശം 1,00,000-ഓളം ആളുകൾ ഉണ്ടായിരുന്ന അവിടെ വെച്ചാണ് യേശുക്രിസ്തു തന്റെ വിശ്വാസം പ്രഖ്യാപിച്ചത്. അത് ദീപികാരണത്തിലുള്ള വിശ്വാസം പ്രഖ്യാപിച്ചത്. എന്താണ് ദീപികാരണം? ജീവനുള്ള അപ്പമാണ്. അത് തിന്നണം, കുടിക്കണം, യേശുവിൽ വസിക്കണം. സാക്ഷാത് പാനീയമാണ്, സാക്ഷാത് ഭക്ഷണമാണ്. എല്ലാം പറഞ്ഞു കഴിഞ്ഞു. പ്രസംഗം ഒന്നാന്തരമായിരുന്നു, നല്ല ശബ്ദവുമായിരുന്നു. പക്ഷേ 5000-ൽ പരം കുടുംബനാഥന്മാരും കുടുംബങ്ങളോടെ പോയി. വെറും 12 മുക്കോന്മാരാണ് കഥ. ഞങ്ങൾ എങ്ങോട്ടാണ് പോകേണ്ടത്? അങ്ങ് പറഞ്ഞതിലാണ് ഞങ്ങൾ വിശ്വസിക്കുന്നത്, അങ്ങാണ് ജീവിക്കുന്ന ദൈവത്തിന്റെ ഏകപുത്രൻ എന്ന് പറഞ്ഞു നിന്നു. ഈ വിശ്വാസം ഉള്ളവരെ രക്ഷ പ്രാപിക്കൂ എന്നത് അത് വളരെ സത്യം ആണെന്ന് അത് ഞാൻ സ്നേഹത്തോടെ പറയാണ്. ഞാനും കേരളീയനാണ്, കേരളത്തിന്റെ മണ്ണിൽ പറഞ്ഞവനുമാണ്. കേരളീയരെ നല്ലോണം അറിയാവുന്ന 2 പതിറ്റാണ്ട് കാലം
കേരളത്തിന്റെ അങ്ങോട്ടും ഇങ്ങോട്ടും ഓടി നടന്ന് പ്രസംഗിച്ച് നടന്നവനാണ് ഞാൻ. എനിക്കത് ബോധ്യമുണ്ട്. എത്ര പേരുടെ കണ്ണുകൾ വിശുദ്ധ കുർബാനയിൽ തുറക്കപ്പെടുന്നുണ്ട്. നമുക്ക് എമ്മാവൂസിൽ വെച്ച് കർത്താവ് കൂടെ നടന്നിട്ട് 2 ശിഷ്യന്മാരുടെ കണ്ണ് തുറന്നില്ല. അപ്പം മുറിക്കൽ വെച്ചാണ് എന്ന് പറഞ്ഞാൽ വിശുദ്ധ കുർബാന സമയത്താണ് കണ്ണ് തുറന്നത്. അപ്പോഴാണ് കർത്താവിനെ ദർശിച്ചത്. യേശു അപ്പം എടുത്ത് വാഴ്ത്തി അത് ആ അപ്പം ശരീരമാക്കി പകർത്തിയപ്പോൾ, ആ വസ്തുഭേദം സംഭവിച്ചപ്പോൾ, ഇത് തന്നെയാണ് വിളക്കന്നൂർ സംഭവിച്ചതും. ആ വിശുദ്ധനായ വൈദികൻ കയ്യിലെടുത്ത് കുദാശ വചനങ്ങൾ ഉച്ചരിച്ച് പരിശുദ്ധാത്മാവിനെ വിളിച്ചപ്പോഴാണ്. ഇത് കേൾക്കുന്നവർക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല. അവർക്ക് യേശുവിന്റെ വാക്കും വിശ്വസിക്കാൻ പറ്റുന്നില്ല എന്ന സത്യമാണ് കാണാൻ സാധിക്കുന്നത്. പ്രിയപ്പെട്ട, ഇവിടെ വീണ്ടും ഞാൻ പറയുന്നു, നിങ്ങൾ ഓർക്കണം, വിശുദ്ധ കുർബാന നിഷേധിക്കൽ എന്താണ്? ആ വിശ്വാസം നിഷേധിക്കൽ കുരിശിനെ നിഷേധിക്കലാണ്. കുരിശിലൂടെയാണ് നീ വീണ്ടെടുക്കപ്പെട്ടത് എന്നോർക്കണമേ. അപ്പോൾ ഒരുപക്ഷേ കുരിശിന്റെ ഭോഷത്വമായിട്ടാണ് നിങ്ങൾ ഇതും കാണുന്നത്. നമ്മൾ വായിക്കുന്നുണ്ടല്ലോ കൊരിന്ത്യക്കാർക്കെഴുതിയ ലേഖനത്തിന്റെ 1-ാം അധ്യായം 18, നാശത്തിലൂടെ ചരിക്കുന്നവർക്ക് കുരിശിന്റെ വചനം ഭോഷത്വമാണ്, രക്ഷയിലൂടെ സഞ്ചരിക്കുന്ന നമുക്കോ അത് ദൈവത്തിന്റെ ശക്തി എത്രേ. പ്രിയപ്പെട്ട, ക്രൂശിതനായ ഈശോയുടെ മുഖമാണ്, ആ പങ്കപ്പാട് സഹിക്കുന്ന മുഖമാണ് ആ തിരുവോസിൽ നമ്മൾ കാണുന്നത്, ദർശിക്കുന്നത്. ഞാൻ നാട്ടിൽ വരുമ്പോൾ ഓടിപ്പോയി കാണാനായിട്ട് ഇങ്ങനെ ബമ്പൽ കൊള്ളുകയാണ്. എവിടെയെല്ലാം വിശുദ്ധ കുർബാനയുടെ അത്ഭുതമുണ്ടോ അവിടേക്കൊന്ന് പോകാൻ. കാരണം എന്റെ ജീവിതം തന്നെ വിശുദ്ധ കുർബാനയിലാണ്. ഞാനിപ്പോഴും ഓർത്തു പോകുന്നു. ഞാൻ അബോധാവസ്ഥയിൽ കോമായിൽ കിടക്കുമ്പോൾ ഒരു വിശുദ്ധ വൈദികൻ കുർബാനയിൽ രക്തമായി മാറിയ രക്തത്തുള്ളികൾ ഒരു കുപ്പിയിൽ എന്നെ ശുശ്രൂഷിക്കുന്ന ഗാബി എന്ന് പറയുന്ന സ്ത്രീയുടെയും മകൻ ഡോക്ടർ റിച്ചുയുടെ അടുക്കലും കൊടുത്തു. ഓരോ തുള്ളി അതിന്റെ നാവിൽ തരുമായിരുന്നു. അതാണ് ഇന്ന് എന്നെ ജീവനുള്ളവനായിട്ട് നിങ്ങളുടെ മുമ്പിൽ നിർത്തിയിരിക്കുന്നത്. ഹല്ലേലൂയ. ഞാൻ എന്റെ ജീവകാരുണ്യ അനുഭവങ്ങളും സത്യങ്ങളും ഏറെ വിളിച്ചു പറഞ്ഞിട്ടുണ്ട്. എന്റെ ഹാർട്ടിന് ഓപ്പറേഷൻ വേണമെന്നൊരു കാലത്ത് ബാംഗ്ലൂർ ആശുപത്രിയിൽ പറഞ്ഞു, ഓപ്പൺ ഹാർട്ട് സർജറിക്ക് വേണ്ടി ഒരുങ്ങി. എന്നാൽ അതൊരു വിശുദ്ധ കുർബാനയിൽ വെച്ചാണ് എനിക്ക് പുതിയ ഹാർട്ട് കർത്താവ് തന്നതും ഞാൻ ഇന്ന് ഹാർട്ടിന് യാതൊരു രോഗമില്ല നടക്കുന്നതും. പ്രിയമുള്ള, പിന്നീട് എനിക്ക് ഹാർട്ടിന്റെ പാൽപിറ്റേഷൻ, അരിത്മിയ ഉണ്ടായിരുന്നു. അത്ഭുതകരമായിട്ട് മാതാവിന്റെ ഒരു പ്രത്യക്ഷപ്പാടുണ്ടായി. ആ മാതാവിന്റെ കൈകൾ ഈശോയുടെ കൈയായിരുന്നു മുറിവുള്ളത്. ആ മുറിവിൽ കൂടിയാണ് എന്നിലേക്ക് ശക്തി ഒഴുകിയത്. അതിന് കാരണം ഞാൻ എന്റെ നാടിയടിപ്പ് 205-206 ഹാർട്ട് അറ്റാക്ക് കൊണ്ട് മരിക്കാറായ സമയത്ത് എന്നെ ശുശ്രൂഷിച്ച ഈ ഗാബി എന്ന് പറയുന്ന ആള് ദിവസക്കാരിയിരുന്ന ഈശോയെ കൊണ്ടുവന്ന് എന്റെ നെഞ്ചത്ത് വച്ചു. ഹല്ലേലൂയ. പ്രിയപ്പെട്ടവർ, ഇതൊക്കെ മറക്കാനാവാത്ത വലിയ നഗ്ന സത്യങ്ങളാണ്. ഇന്ന് ഞാൻ പറയും, വിശുദ്ധ കുർബാന എനിക്ക് ചെല്ലാൻ മേലാത്ത സമയം വന്നാൽ അതോടെ ഈ ലോകത്തോട് ഞാൻ വിട പറയും. കാരണം എനിക്കറിയാം, എനിക്കൊരു ആത്മീയ മനുഷ്യനുണ്ട്, ആത്മീയ ശരീരമുണ്ട്. അത് എനിക്ക് ജന്മം നൽകിയപ്പോൾ പരിശുദ്ധാത്മാവ് ഊതി തന്നതാണ്. എന്റെ അപ്പനും അമ്മയിൽ നിന്നും കിട്ടിയ ഒരു ഭൗമിക ശരീരവും എനിക്കുണ്ട്. അത് രണ്ടും ഒന്നിച്ചാണ് പോകുന്നത്. ഞാൻ അപ്പവും ഇറച്ചിയും മീനും എല്ലാം തിന്നുന്നുണ്ട് ഈ ഭൗമിക ശരീരം വളർത്താനായിട്ട്. എന്റെ ആത്മീയ ശരീരത്തിന് വേണ്ടിയിട്ട് ഞാൻ ഈ ആത്മീയ ഭക്ഷണം കഴിക്കുന്നില്ല എങ്കിൽ ഞാനും മരിച്ചു പോകും. ഞാൻ ആത്മീയമായി മരിക്കുമ്പോൾ ശാരീരികമായിട്ടും പോക്കടിക്കും. പ്രിയപ്പെട്ടവരൊക്കെ വലിയ സത്യങ്ങളാണ്. എന്റെ നാവിൽ നിന്ന് പല പ്രസംഗങ്ങളും നിങ്ങൾ കേട്ടിട്ടുണ്ട്. മറക്കരുത്. ഞാൻ പറയുന്നത് ഈ അടയാളത്തിലോ അത്ഭുതത്തിലോ വിശ്വസിക്കും അർത്ഥമല്ല. അതിനെപ്പറ്റി കമന്റ് അടിക്കുന്ന ദൗർഭാഗ്യവശാൽ അതിനെപ്പറ്റി എതിരായി പറയുന്നവർക്ക് മറ്റുള്ള വിശ്വാസം ഇല്ല എന്നുള്ളത് വ്യക്തമാണ്. ഹല്ലേലൂയ. അതാണ് എനിക്ക് പറയുവാനുള്ളത്. അല്ലാതെ ഈ ഒരു പർട്ടിക്കുലറായിട്ടുള്ള അത്ഭുതത്തെപ്പറ്റിയോ അടയാളത്തെപ്പറ്റിയുള്ള ഞാൻ ഉദ്ദേശിക്കുന്നത്. മൊത്തം നമ്മുടെ ഭാരത സഭ, പ്രത്യേകിച്ച് കേരള സഭ കർത്താവിന് പോയിരിക്കുന്നു. കർത്താവിന്റെ ജീവനുള്ള സാന്നിധ്യത്തിൽ നിന്ന് പോയിരിക്കുന്നത് ആണ് എന്ന് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. പ്രിയപ്പെട്ടവരെ, അതുകൊണ്ട് യേശുക്രിസ്തുവിലുള്ള നമ്മുടെ ജീവിതത്തിന്റെ ഉറവിടം അവിടെ നിന്നാണെന്ന് നമുക്ക് വിശുദ്ധീകരണവും നീതീകരണവും തരുന്നതും പരിത്രാണം തരുന്നതും അവിടുത്തെ ശരീരരക്തങ്ങളിലൂടെയാണ്. അത് മനസ്സിലാക്കി ബോധ്യപ്പെട്ട് പ്രിയപ്പെട്ടവരെ നമുക്ക് മുന്നോട്ട് പോകാൻ സാധിച്ചാൽ, പ്രിയപ്പെട്ടവരെ, ആ കുന്തത്താൽ കുത്തി തുറക്കപ്പെട്ട ആ ഹൃദയമാണ് നമ്മൾ വിശുദ്ധ കുർബാനയിൽ കാണുന്നത്. ആ അപ്പവും വീഞ്ഞും സംയോജിപ്പിക്കപ്പെടുന്ന ആ നിമിഷം, മനോഹരമായ നിമിഷം, മറന്നു പോകരുതേ. അപ്പോൾ ആ ചങ്കിലെ ചോര ഒഴുകുന്ന നിമിഷം,
അതുപോലെ തന്നെ ആ ശരീരം ആ ഹൃദയത്തിൽ കൂടി, യേശുവിന്റെ ഹൃദയത്തിൽ കൂടി ജീവന്റെ സ്രോതസ്സാകുന്ന ജീവജലം ആത്മാവ് ഒഴുകുന്നത്. പെന്തക്കോസ്തും മറ്റു തിരുനാളൊക്കെ ആഘോഷിക്കുന്ന നമ്മൾ ഇതിനെല്ലാം കേന്ദ്രം ഓർക്കണമേ, ക്രൂശിതനായ ഈശോ ആണ്. ആ ഈശോയാണ് നമ്മൾ ദർശിക്കുന്നത് വിശുദ്ധ കുർബാനയിൽ. ഇതെന്റെ ശരീരമാകുന്നു, ഇതിന്റെ രക്തമാകുന്നു, രണ്ടും ഒന്നിച്ചു പോകുന്നതാണ്. യേശുക്രിസ്തുവിൽ നീ വിശ്വസിക്കുന്നില്ല എങ്കിൽ, അവൻ നിനക്ക് വേണ്ടി പാപങ്ങൾ ഏറ്റെടുത്ത പാപമായി തീർന്നുവെന്ന് വിശ്വസിക്കുന്നില്ലെങ്കിൽ, നിന്റെ പാപത്തെ മുഴുവനും ഇല്ലാതാക്കി അവൻ ക്രൂശിൽ മരിച്ച് ജീവൻ നൽകിയെന്ന് നീ വിശ്വസിക്കുന്നില്ല എങ്കിൽ നിശ്ചയമായിട്ടും നീ നശിക്കപ്പെടുമെന്ന് തീർച്ചയാണ്. ഹല്ലേലൂയ. നീ കത്തോലിക്കനായിക്കോട്ടെ, ക്രിസ്ത്യാനായിക്കോട്ടെ, ക്രിസ്തുവിന്റെ പേരുണ്ടായിക്കോട്ടെ, ആരായാലും, മെത്രാനായിക്കോട്ടെ, അച്ഛനായിക്കോട്ടെ, ആരുമായിക്കോട്ടെ, അത് ദിവ്യബലി, അത് രക്തരഹിത ബലിയല്ല, രക്തം ചിന്തിയുള്ള ബലിയാണ്. രക്തം ചിന്തിക്കൊണ്ടാണ് യേശു ഇന്നും തുടരുന്നത് എന്ന കാര്യം മറക്കരുത്. ഹല്ലേലൂയ. ഇതെന്റെ ശരീരമാകുന്നു, ഇതെന്റെ രക്തമാകുന്നു എന്ന് വൈദികൻ പറയുന്നത് ഒരു നുണയല്ല, അല്ലെങ്കിൽ നുണയായി പോകും. ഒരുപക്ഷെ ഭൗമിക കണ്ണുകൊണ്ട് നീ കാണുന്നില്ല. എത്രയോ കാര്യങ്ങൾ നമ്മൾ ഭൗമികമായ കണ്ണുകൊണ്ട് കാണുന്നില്ല. നമുക്കറിയാം, 5-7 കുലാശകൾ എടുത്താലും ആരും ബാഹ്യ കണ്ണുകൾ കൊണ്ട് അതിന്റെ ഫലം കാണില്ല. ഞാൻ നിന്നെ പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ സ്നാനം നൽകുന്നു എന്ന് പറയുമ്പോൾ ആ കുട്ടി ദൈവത്തിന്റെ മകനോ മകളോ ആയെന്ന് ആർക്ക് കാണാൻ പറ്റും? ആന്തരിക കണ്ണുള്ളവർക്ക് അത് കാണാൻ സാധിക്കൂ. അല്ലാത്തവർക്ക് ഇതെല്ലാം ഒരു കോമാളിത്തരമാണ്. ഇങ്ങേയറ്റം ക്രിസ്തീയ വിശ്വാസവും സഭയും സഭയിലെ കാര്യങ്ങളെല്ലാം വെറും മോശമായിട്ട്, വെറും കാണാനായിട്ട് മാത്രമുള്ളത്, അല്ലെങ്കിൽ പുറമേ നിന്ന് കാണാൻ മാത്രമുള്ളത് എന്ന് സങ്കല്പിക്കും. അതല്ല മക്കളെ. ആഴമായ വിശ്വാസ സത്യങ്ങളിലേക്ക് ഹൃദയം തുറക്കണമേ എന്ന് ഞാൻ സ്നേഹത്തോടെ എന്റെ മലയാളി സഹോദരങ്ങളോട്, പ്രത്യേകിച്ച് ക്രൈസ്തവ സഹോദരങ്ങളോട് ആഹ്വാനം ചെയ്യുകയാണ്. നമ്മൾ വായിക്കുന്നുണ്ടല്ലോ, എഫേസോസ് അധ്യായം 1:18, ഏതു തരത്തിലുള്ള പ്രത്യാശയിലേക്കാണ് അവിടുന്ന് നിങ്ങളെ വിളിച്ചിരിക്കുന്നത് എന്നറിയാനും വിശുദ്ധർക്ക് അവകാശമായി അവിടുന്ന് വാഗ്ദാനം ചെയ്തിരിക്കുന്ന മഹത്വത്തിന്റെ സമൃദ്ധി മനസ്സിലാക്കാനും നിങ്ങളുടെ ആന്തരിക നേത്രങ്ങളെ അവിടുന്ന് പ്രകാശിപ്പിക്കട്ടെ. ഇംഗ്ലീഷിൽ പറയുന്നത് ലെറ്റ് ദ ഇയർ ഓഫ് യുവർ ഹാർട്ട് ബി ഓപ്പൺ. നിന്റെ ഹൃദയത്തിന്റെ കാതുകൾ തുറക്കപ്പെടട്ടെ. ഹൃദയത്തിന് കാതുണ്ട്, കണ്ണുണ്ട്, പഞ്ചേന്ദ്രിയം മുഴുവനുമുണ്ട്. അത് മറക്കരുത്. നമ്മുടെ പുറമേയുള്ള 5 പഞ്ചേന്ദ്രിയങ്ങൾക്കനുസൃതമായിട്ട്, അതുല്യമായിട്ട്, അതിനേക്കാൾ ശക്തിയുള്ള 5 ആന്തരിക പഞ്ചേന്ദ്രിയങ്ങളുണ്ട്. അത് തുറന്നെങ്കിൽ അത് ഹൃദയത്തിന്റേതാണ്. എങ്കിലേ യേശുവിനെ കാണാൻ സാധിക്കൂ, യേശുവിനെ അനുഭവിക്കാൻ സാധിക്കൂ. നമുക്കറിയാം, പുറമേ നിന്നുള്ള രശ്മികൾ എപ്രകാരം ആന്റീനായി സ്വീകരിച്ചിട്ട് ആ തരംഗങ്ങൾ സ്വരമാക്കുന്നു, ആ തരംഗങ്ങൾ എങ്ങനെ പടമാക്കുന്നു. അതുപോലെ പ്രിയപ്പെട്ടവരെ, ആത്മാവിന്റെ തരംഗങ്ങൾ നമ്മുടെ ഹൃദയത്തിലേക്ക് കൊണ്ടുവരുന്നതാണ് ഈ 5 പഞ്ചേന്ദ്രിയങ്ങൾ, ആന്തരിക പഞ്ചേന്ദ്രിയങ്ങൾ. അതിൽ തുറന്നെങ്കിൽ മാത്രമേ അത് ക്ലാവ് പിടിച്ച്, പാപത്തിൽ ക്ലാവ് പിടിച്ച്, അല്ലെങ്കിൽ അവിശ്വാസത്തിൽ ക്ലാവ് പിടിച്ച്, അശുദ്ധിയിൽ ക്ലാവ് പിടിച്ച്, അഥവാ ഇപ്രകാരം ഇന്നത്തെ ടെക്നോളജിയിൽ കൂടി കിട്ടുന്ന അറിവും വിജ്ഞാനവും എല്ലാം കൊണ്ട് ക്ലാവ് പിടിപ്പിച്ചു വച്ചാൽ നിശ്ചയമായിട്ടും ഇന്നും ജീവിക്കുന്ന ഈശോയെ നിനക്ക് കാണാൻ പറ്റില്ല. യേശുക്രിസ്തു ഇന്നും ജീവിക്കുന്ന, ഞാൻ വീണ്ടും പറയുന്നു, തിരുവോസ്തിയിലാണ്. അവന്റെ ശരീരത്തിലും രക്തത്തിലുമാണ്. ആ സാന്നിധ്യം തുടർന്നുകൊണ്ടേയിരിക്കും ലോകാവസാനം വരെ. ആർക്കാം കാണുകയും കേൾക്കുകയും തൊടുകയും ചെയ്യാനും വിധത്തിൽ അത് എല്ലാ പള്ളികളിലുമുണ്ട്. ഞാൻ വീണ്ടും പറയുന്നു, ഈ സംഭവം, വിളക്കന്നൂർ സംഭവം നിങ്ങളുടെ ഹൃദയം തുറക്കട്ടെ. എല്ലാ പള്ളികളിലും ഇപ്രകാരം ജീവിക്കുന്ന യേശു, സക്രാരിയിലെ ഈശോ ആരാധിക്കപ്പെടുവാനും സ്തുതിക്കപ്പെടുവാനും സ്നേഹിക്കപ്പെടുവാനും, അങ്ങനെ നമ്മുടെ നാട്, ദൈവത്തിന്റെ നാട് എന്ന് പറയപ്പെട്ട നാട് പിശാചിന്റെ നാടായി മാറിയിരിക്കുന്ന നമുക്കറിയാം. സാത്താന്റെ നാടായി മാറിയിരിക്കുന്ന നമുക്കറിയാം. കൊള്ളയും കൊലപാതകവും വ്യഭിചാരവും അശുദ്ധിയും സ്വയംഭോഗവും സ്വവർഗഭോഗവും മദ്യവും മദ്രാശിയും എല്ലാം വർദ്ധിച്ച്, ആത്മഹത്യയുടെ എണ്ണവും വർദ്ധിച്ചു പോകുന്ന ഈ കാലഘട്ടത്തിൽ പ്രിയപ്പെട്ടവരെ, ഇത് ദൈവത്തിന്റെ നാടാക്കി മാറ്റേണ്ടത് ആരാണ്? ക്രിസ്ത്യാനികൾ ആണ്. യേശുക്രിസ്തു വിശ്വസിക്കുന്ന ദൈവമക്കൾ വേണം തങ്ങളുടെ വിശ്വാസം പ്രഖ്യാപിച്ചും വിശ്വാസ ജീവിതത്തിലൂടെയും വിശുദ്ധ ജീവിതത്തിലൂടെയും കണിശമായിട്ടും കേരളത്തെ വീണ്ടും ദൈവത്തിന്റെ നാടാക്കി മാറ്റാൻ, ഗോഡ്സ് ഓൺ ലാൻഡാക്കി മാറ്റേണ്ടത്
ഇല്ലെങ്കിൽ ഇപ്പോൾ അത് പിശാചിന്റെ ഓൺ ലാൻഡ് ആയിട്ടിരിക്കുന്നു. നമുക്ക് പ്രാർത്ഥിക്കാം മക്കളെ, വിശ്വാസത്തിന്റെ കണ്ണുകൾ തുറക്കാൻ ഇടയാകട്ടെ എന്ന്. കാരണം ഞാൻ പല കമന്റുകളും കേട്ടപ്പോൾ എനിക്ക് വേദനയുണ്ടായതുകൊണ്ടാണ്. അത് ചിലർക്ക് വൈദികരുമുണ്ട്. എനിക്ക് വിഷമത്തോടെയാ പറയുന്നത്. അതായത് അത് കെട്ടിച്ചമച്ച കഥയാണ് വിളക്കണ്ണു കഥയെന്ന്. ഞാൻ പൊട്ടിക്കരഞ്ഞു അത് കേട്ടപ്പോൾ, സത്യം പറയട്ടെ. കാരണം അറിവിന്റെ കുറവാണ്. ലോകത്തിന്റെ വിജ്ഞാനമേ അവർക്കുള്ളൂ എന്ന് ഞാൻ പറയും. ഞാൻ അറിവ് വിധിക്കുകയല്ല, കുറ്റപ്പെടുത്തുകയല്ല. മനസ്സാക്ഷികൾ പരിശോധിക്കട്ടെ. ഇവിടെ മാനസാന്തരം കൂടിയേ തീരൂ. കഥാവായ ഈശോയെ, ഞാൻ അധികമായിട്ട് എന്തെങ്കിലും പറഞ്ഞെങ്കിൽ എന്നോട് ക്ഷമിക്കൂ. എന്റെ ഹരവേദന എന്റെ മക്കളോട് ഞാൻ പങ്കുവയ്ക്കുകയായിരുന്നു. ഈശോയെ നാഥ, അതെ, ഇന്നത്തെ ലോകം ചങ്ക് മുറിച്ചു കാണിച്ചാലും ചെമ്പരത്തിപ്പൂ എന്ന് പറയുന്ന കാലഘട്ടമാണ്. ഈശോയെ നാഥ, ആന്തരിക കണ്ണുകൾ തുറക്കണമേ. ആന്തരിക കണ്ണുകൾ കൊണ്ടും ആന്തരിക ചെവികൾ കൊണ്ടും കാണാനും കേൾക്കാനും അനുഭവിക്കാനും കൃപ കൊടുക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഈശോയെ നാഥ, അങ്ങയുടെ ആ ജീവൻ ഇവർ അനുഭവിക്കുവാനിടയാകട്ടെ. സംശയങ്ങൾ ദൂരീകരിക്കണമേ കർത്താവേ. കർത്താവ് ഈശോയെ, അങ്ങേ തൊട്ടുകൊണ്ട് എന്റെ കർത്താവ്, എന്റെ ദൈവമേ എന്ന് പറഞ്ഞ ആ തോമാശ്ലീഹായെ പോലെ ദിവസക്കാരിൽ എഴുന്നള്ളിയിരിക്കുന്ന അഥവാ സ്വന്തം നാവിൽ നൽകപ്പെടുന്ന ശരീരവും രക്തവും തൊട്ടുകൊണ്ട് എന്റെ കർത്താവേ, എന്റെ ദൈവമേ എന്ന് എല്ലാ ദിവസവും പറയുവാൻ, എല്ലാ നിമിഷവും പറയുവാൻ എന്നെ കേൾക്കുന്ന ഈ മക്കളെ അനുഗ്രഹിക്കണമേ. അങ്ങനെ അന്ധകാരത്തിന്റെ കാലത്ത് വിശ്വാസച്യുതിയുള്ള ഈ കാലഘട്ടത്തിൽ ലോകം മുഴുവൻ ഒരു വർഷങ്ങളിൽ ഒരു വലിയ യുദ്ധത്തിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുന്ന ഈ കാലഘട്ടത്തിൽ കർത്താവേ, അങ്ങേ സഹിക്കുന്ന ഒരു ന്യൂനപക്ഷത്തെ അങ്ങ് ശക്തമായി വാർത്തെടുക്കണമേ. അങ്ങ് തന്നെ പറഞ്ഞല്ലോ, അങ്ങേക്കുള്ളവരെ അങ്ങ് സ്വന്തമായി കാത്തുകൊള്ളുന്നു, അവരെ മാറ്റി നിർത്തി അങ്ങയുടെ രാജ്യം സ്ഥാപിക്കുന്നുവെന്ന്. അത് സത്യമാണ് ഈശോയെ. അങ്ങ് അങ്ങനെ ഒരവശിഷ്ട ഭാഗത്തെ കർത്താവെ മാറ്റി നിർത്തുമ്പോൾ എന്നെ ഈ കേൾക്കുന്ന ഓരോരുത്തരെയും ആ കൂട്ടത്തിൽ പെടുത്തണമെന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ഈശോനാഥ, ദൈവസ്നേഹത്താൽ നിറഞ്ഞ വിജ്ഞാനമുള്ള യേശുവിൽ പിന്തുടരുന്ന ഒരവശിഷ്ട ഭാഗം കേരളത്തിലും ഉണ്ട്, രൂപാന്തരപ്പെടുന്നുണ്ട്. എനിക്കറിയാം. അവരോടുകൂടി എന്നെ കേൾക്കുന്ന ഓരോരുത്തരെയും കൂട്ടിച്ചേർക്കണമേ. അങ്ങനെ കേരളം വളരട്ടെ ആത്മാവിന്റെ ശക്തിയിൽ. കേരളത്തിലെ വിശ്വാസികൾ ആത്മാവിന്റെ ശക്തിയിൽ വളരട്ടെ. അത് കണ്ടും അനുഭവിച്ചും സാസാക്ഷ്യം കേട്ടുകൊണ്ടും കൂടെ നടന്നുകൊണ്ടും മറ്റുള്ളവരും കർത്താവെ യേശുവുള്ള വിശ്വാസത്തിൽ വളർന്ന് രക്ഷ പ്രാപിക്കുമാറാകട്ടെ. ഞാനിപ്പോൾ മക്കളെ നിങ്ങളെ ആശീർവദിച്ച് അനുഗ്രഹിക്കുന്നു. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ.